നമസ്കാരം. സുതാര്യതയെക്കുറിച്ചും ജനാധിപത്യത്തിൽ അതിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചുമെല്ലാം നമ്മൾ പലതവണ ചർച്ച ചെയ്തു. സുതാര്യത എന്ന് പറയുന്നത് എന്താണ് അവിടെ നടക്കുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന സാധനം, അറിയാനുള്ള ആ അവകാശം നമുക്ക് ഉള്ളൊരു സാധനം. ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടും ഭക്ഷ്യ വിഷബാധയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പഴയ കോടതി വിധിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഒരു ടി വി എപ്പോഴും എല്ലാ ഹോട്ടലുകളുടെ മുമ്പിലും ഉണ്ടാവണം, ഹോട്ടലുകളുടെ ഉള്ളിൽ ഉണ്ടാവണം. കുക്ക് ചെയ്യുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാണാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം എന്നൊരു നിയമമുണ്ടായി. അത് എല്ലാവരും മറന്നു, അതൊരു സത്യം. എന്നാലും അത് കാണിക്കുന്നത്, അത് തെളിയിക്കുന്നത് സുതാര്യതയെക്കുറിച്ചാണ്. എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഒരു സമൂഹത്തിന് അറിയാൻ കഴിയുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തെക്കുറിച്ചാണ് ആ സാഹചര്യത്തിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനാണ് നമ്മൾ ആദരിക്കുന്നത്. ഇപ്പോൾ അലക്സി നവൽനിയുടെ മരണം സംഭവിച്ചിട്ട് മണിക്കൂറുകളായിട്ടുണ്ട് എന്ന് പറയുന്നു കണക്കുകൾ പ്രകാരം. എപ്പോൾ മരിച്ചു നമുക്കറിയില്ല. ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വീണ വിജയനുമായി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട വിഷയം, ഇതെല്ലാം എങ്ങനെ ചേർന്ന് നിൽക്കുമെന്ന് ചോദിച്ചാൽ, ഒരാളുടേത് ഏകാധിപത്യത്തിനെതിരെയുള്ള പോരാട്ടമാണ്. അയാൾ അവിടെ പ്രതിപക്ഷമാണ്. അയാൾ കൊല്ലപ്പെടുന്നത് കൊണ്ട് ഒരു പ്രതിപക്ഷമല്ല ഇല്ലാതെയാവുന്നത്. ഒരു ഏകാധിപതി ജനങ്ങൾ കൂടുതൽ ആൾക്ക് അറിയുകയും ചെയ്യും. അതേപോലെ തന്നെയാണ് ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട കോടതി വിധി. ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനങ്ങളുടെ മുഴുവൻ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് കടന്നുപോകുന്നത്. മതവും വിശ്വാസവും ആരാധനാലയങ്ങളുമായി മാത്രപ്പെട്ട പശുവും എല്ലാം കൂടി ചേർന്നുള്ളൊരു പ്രാകൃതമായ ഹൈന്ദവതയിലേക്ക്, ആ ഹൈന്ദവതയിൽ ഊന്നിയൊരു രാഷ്ട്ര നിർമ്മിതിയിലേക്ക് ഒരു ഭരണാധികാരി കടന്നു പോകുന്നൊരു ഘട്ടത്തിലൂടെയാണ് രാജ്യം സഞ്ചരിക്കുന്നത്. എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും ഭരണഘടനാ സംവിധാനങ്ങളും സംശയത്തിന് നിഴലിലാണ്, അല്ലെങ്കിൽ അവയെല്ലാം സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാവാം, പാഠ്യപദ്ധതികളാവാം, അന്വേഷണ ഏജൻസികളാവാം, ഇതെല്ലാം അധികാരം നിലനിർത്താൻ ഉപയോഗിക്കേണ്ട ഒരു വഴി മാത്രമായിട്ട് മാറുന്നൊരു ഘട്ടത്തിൽ എവിടെയാണ് നമ്മൾ കാണുന്നത്. അവിടെയാണ് സമ്പത്ത് കുമിഞ്ഞുകൂടാനുള്ള വഴികൾ, ആ വഴികൾ ഏതാണെന്ന് ജനങ്ങൾക്ക് അറിയാതിരിക്കണമെന്ന് നിർബന്ധം ഒരു ഭരണകൂടം നിയമമായിട്ട് തന്നെ കൊണ്ടുപോകും. അത് നിയമമാക്കുന്നു എന്നിടത്താണ് അത് ഭയമാകുന്നത്. നമ്മൾ താലിബാനെക്കുറിച്ചൊക്കെ പറയുന്നത് പോലെ SDPയോ പോപ്പുലർ ഫ്രണ്ടോ അല്ലെങ്കിൽ അബ്ദുൽ നാസർ മദനി പോലെയുള്ള ഭീകരവാദിയല്ല താലിബാൻ. എന്തുകൊണ്ടെന്നാൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടിയ തിന്മകൾ, കൊടിയ അനീതികൾ അവർ അത് ഒരു വ്യവസ്ഥിതിയാക്കുകയാണ്, ഒരു സംവിധാനമാക്കുക. അത്തരം ഒരു രീതി തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന് പറയുന്നത് അതിന് എല്ലാ സാങ്കേതികത മാറ്റിവെച്ച് നോക്കിയാൽ, അതിലെ എല്ലാ ശരിതെറ്റുകളും മാറ്റിവെച്ച് നോക്കിയാൽ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് അതിലെ സുതാര്യത ഇല്ലായ്മയാണ്. ജനങ്ങൾ എന്തുകൊണ്ട് അറിയേണ്ടതാണ്, ജനങ്ങൾ അറിയേണ്ട ആവശ്യമില്ലല്ലോ എന്നൊരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്ന ഒരു ഭരണാധികാരിയുടെ അടയാളമാണ് ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ ഒഴിവാകും. കണക്ക് പുറത്ത് എന്ന് പറയുന്ന മാധ്യമങ്ങളോട് കണക്ക് പുറത്ത് എന്ന് പറയുകയും അതേ മാധ്യമങ്ങൾ ഉപയോഗിച്ച് കൊറോണയ്ക്കുള്ള മരുന്നടക്കം കണ്ടുപിടിച്ച് താനാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പിണറായി വിജയൻ്റെ അതേ ചിത്രമാണ് ഇവിടെ മോഡിക്ക് വേണ്ടി അരുൺ ജെയ്റ്റ്ലി വന്ന് നമുക്ക് മുന്നിൽ കാണിക്കുന്നത്. അപ്പോൾ ഇലക്ട്രൽ ബോണ്ടുകൾ ഉണ്ടാകുന്നതിലൂടെ ഇല്ലാതാകുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ വിധിയിലൂടെ സംഭവിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, പൂർണ്ണമായും മോഡിവൽക്കരിക്കാൻ, മോഡിയിലേക്ക് ചുരുങ്ങാൻ ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങൾ ഇനിയും തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ ആയി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ വിധി തെളിയിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നേരത്തെ പറഞ്ഞ സുതാര്യതയാണ്. ഇതിൻ്റെ ഇരട്ടി തുക നമുക്ക്
ഇതൊന്നുമില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനം കിട്ടിയെന്ന്. എങ്ങനെ ഏത് രീതിയിലെന്ന് ചോദിച്ചാൽ പുറത്ത് പറയേണ്ടത് പുറത്ത് തെളിയിക്കാൻ കഴിയാത്ത രീതിയിൽ നമുക്കിത് ഈ പണം അവർക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞേക്കാം. അപ്പോൾ നമ്മൾ TV ചാനലിലെ നിരീക്ഷകരെ രാഷ്ട്രീയ നിരീക്ഷകർ എന്ന് പറഞ്ഞു വരുന്ന ആളുകളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അവർക്ക് ഏത് പാർട്ടിയോടാണ് TV ചാനൽ ചർച്ചകളെ ചാനൽ റിപ്പോർട്ടർമാർ അല്ലെങ്കിൽ ചാനൽ ചർച്ചകൾ അവതരിപ്പിക്കുന്നതെന്ന് നമ്മൾ പറയാറുണ്ട്. MP നിതീഷ് കുമാർ, ഹാഷ്മി, താജ് ഇബ്രാഹിം, അഭിലാഷ്, ഇങ്ങനെയുള്ള ആളുകളെ നമുക്കറിയാം അവരുടെ രാഷ്ട്രീയം എന്താണ്, അവരുടെ ആശയം എന്താണ്. പക്ഷെ അവർ മാധ്യമപ്രവർത്തകരായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ചാനൽ ചർച്ചകളിലെ രാഷ്ട്രീയ നിരീക്ഷകർ, നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകരായിരുന്ന ആളുകൾ. അത് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളുണ്ട്, ശ്രീജിത് പണിക്കരെ പോലുള്ള ആളുകളുണ്ട്. ഇതിൽ ശ്രീജിത് പണിക്കരെ പോലുള്ള ചില ആളുകൾ തങ്ങളുടെ രാഷ്ട്രീയം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷെ അവർ ന്യായീകരിക്കാൻ പെടുന്നു, അവർ സംസാരിക്കാൻ പെടുന്നു ഏത് ആശയത്തിന് വേണ്ടിയാണ് നമുക്ക് വളരെ വ്യക്തമായിട്ടാണ്. അതുതന്നെയാണ് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് കൂടിയ സംഭവം. അതിസമ്പന്നരായ അതിധനികരായ കൈമുതലാളിമാരും അധോലോക നായകന്മാരും ഗുണ്ടകളുമൊക്കെയുള്ള രാഷ്ട്രീയം, അതൊക്കെ നിറഞ്ഞ രാഷ്ട്രീയം ഉത്തർപ്രദേശിലും ബീഹാറിലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലും എല്ലാം ഉണ്ട്. ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു ദിവസം 3 പ്രാവശ്യമൊക്കെ പാർട്ടി മാറുന്ന ആളുകളുണ്ട്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഈ വ്യക്തികളുടെ എല്ലാം സംഭാവനകൾ, അവരുടെ എല്ലാം സമ്പത്ത് നമ്മുടെ മുന്നിൽ വെളിപ്പെടുത്തിയ കണക്കുകളുടെയും ഏറ്റവും ഇരട്ടിയായിരിക്കും. അപ്പോൾ ഈ ഫണ്ടുകളെല്ലാം എല്ലാ രാഷ്ട്രീയ അവർ അതാത് കാലത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു പ്രാദേശിക രാഷ്ട്രീയമാവാം, പ്രാദേശിക പ്രസ്ഥാനമാവാം, ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനമാവാം, അല്ലെങ്കിൽ ഈ പ്രാദേശിക പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനങ്ങളിൽ ലയിക്കുമ്പോഴാണ്. അപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കുറഞ്ഞു കിട്ടിയോ കൂടുതൽ കിട്ടിയോ നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടിയോ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടിയോ ഇപ്പോൾ ഈ പറഞ്ഞ കരിമണൽ കർത്ത എന്ന് പറഞ്ഞ വ്യക്തി നിയമപരമായി എന്തെങ്കിലും നൽകിയെന്ന് ചോദിച്ചാൽ നമുക്കില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ കണക്കിലെടുത്ത് നോക്കിയാൽ പക്ഷേ ഏറ്റവും കുറഞ്ഞ സംഖ്യ രാഷ്ട്രീയ സംഭാവന സ്വീകരിച്ചിരിക്കുന്നത് വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ SDPIയും PDPയും മുതൽ ജമാഅത്തെ ഇസ്ലാമി വരെയുള്ള സംഘടനകളുടെ ഫണ്ടും സോഴ്സും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ലഭിക്കുന്നുണ്ടെന്നുള്ളത് പരസ്യമായ രഹസ്യം. ഇപ്പോൾ നമ്മൾ റിപ്പോർട്ടർ ചാനൽ എന്നുള്ള ചാനൽ മരം മുറിച്ചതിന് ജയിലിൽ കിടന്നയാളാണ് ഈ ചാനൽ നടത്തുന്നത്. നാളെ ആ വ്യക്തി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ BJPക്ക് വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി രാഷ്ട്രീയ പ്രചാരണം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, പരോക്ഷമായിട്ടും രാഷ്ട്രീയ പ്രസ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പ്രചാരണ ചെലവ് തന്നെയാണ് അവസാനിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഓണർഷിപ്പ് എടുത്ത് വെച്ചാൽ നമുക്കറിയാം. അത് മീഡിയ വൺ, ജനൻ TVയോ കൈരടിയോ പോലെയുള്ള അംഗീകരിക്കപ്പെട്ട പാർട്ടി ചാനലുകൾ മാറ്റി നിർത്തിയാലേ മിക്കവാറും എല്ലാ ചാനലുകളുടെയും സ്ഥിതി ഇത് തന്നെയാണ്. നമ്മൾ മാതൃഭൂമി പറയുന്ന പോലെ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി ഏതാണെന്ന് നമ്മൾ രാവിലെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് മുമ്പ് വീട്ടിലെത്തണം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പാർട്ടി മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും. വീരേന്ദ്രകുമാറിൻ്റെ പുതിയ പാർട്ടിയെക്കുറിച്ച് ഒരു ലേഖനം എഴുതാൻ നിങ്ങൾ രാവിലെ പുറപ്പെട്ടാൽ രാവിലെ തന്നെ വീട്ടിലെത്തിയിരിക്കണം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് അതേ പാർട്ടി മാറും. ഇത്തരം ആളുകൾ മാധ്യമ സ്ഥാപനങ്ങളിലെ മുതലാളിമാരാകുന്ന സാഹചര്യമുണ്ട്. ഇവരൊക്കെ പ്രത്യക്ഷമായും പരോക്ഷമായും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രചാരണം നടത്തുന്നത്. ഇതിൻ്റെയൊക്കെ ചെലവുകൾ എവിടെ നിന്നാണ് വരുന്നത്? റിസോർട്ട് രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന് പറയുന്നത് അതിനെ വിലക്കുന്നതിലൂടെ പണത്തിൻ്റെ രാഷ്ട്രീയം എന്നത് അധികാരത്തിൻ്റെ രാഷ്ട്രീയമാണ്. അധികാര രാഷ്ട്രീയം ഇല്ലാതാവുമെന്ന് ഒരു വ്യക്തിയും വിശ്വസിക്കുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞു, ഇവിടുത്തെ പ്രശ്നം, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സുതാര്യത ജനാധിപത്യത്തിന് ആവശ്യമാണ്. അത് അധികാരം കൊണ്ട്, അത് നൽകുന്ന കയ്യൂക്ക് കൊണ്ട്, അത് നൽകുന്ന സമ്പത്ത് കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല എന്നുള്ളൊരു ഒരു സന്ദേശമാണ് നീതിപീഠം നൽകുന്നത്. നീതിപീഠത്തിന് മേലൊരു വിശ്വാസം, നമുക്ക് ആകെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ആയിട്ട് ചുരുങ്ങിക്കഴിഞ്ഞ നീതിപീഠം ആ വിശ്വാസ്യത അല്ലെങ്കിൽ ആ വിശ്വസ്തത അല്ലെങ്കിൽ വിശ്വാസം നിലനിർത്താൻ ഒരു പരിധിവെങ്കിലും കഴിയുമെന്നിടത്തും ഈ വിധിക്ക് വലിയ പ്രാധാന്യം. ഇതുതന്നെയാണ് നമ്മൾ കേരളത്തിലെ സാഹചര്യം എന്ന് പറയുന്നത്. ആകെ ഒരു സംസ്ഥാനത്തിലേക്ക് അധികാരം ചുരുങ്ങിപ്പോയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആ പാർട്ടി ഭരിക്കുന്ന നേതാവിനെയും ആ വ്യക്തിയുടെ കുടുംബത്തെയും ഒക്കെ സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ ആവശ്യമാണെന്ന് സ്വയം വിശ്വസിക്കും. അതിനുവേണ്ടി ഒരു സംവിധാനം മുഴുവൻ ഉപയോഗിക്കുകയാണ് ഇവിടെ നമ്മൾ കാണുന്നത്.
നേതാവിൻ്റെ മകൾക്ക് വേണ്ടി അല്ലെങ്കിൽ നേതാവിന് വേണ്ടി അല്ലെങ്കിൽ മന്ത്രിയുടെ സഹധർമ്മിണിക്ക് വേണ്ടി കേസ് നടത്താൻ പൊതു ഖജനാവിൽ നിന്നുമാണ് സമ്പത്ത് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ഇലക്ട്രൽ ബോണ്ടുകൾ ഉണ്ടെങ്കിലും സംഭവിക്കാൻ പോകുന്ന കാര്യം. അപ്പോൾ അഴിമതി ഇല്ലാതാക്കുക എന്ന ദൗത്യമല്ല ഒരു കോടതി വിധി ഏറ്റെടുക്കുന്നത്. അത് നൽകുന്ന ഒരു സന്ദേശമാണ്. ബലാത്സംഗ കേസിലെ പ്രതിയെ തൂക്കിക്കൊല്ലുമ്പോൾ അതൊരു താക്കീതാണ്. അത് ഇല്ലാതാക്കിയില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഭരണകൂടങ്ങളാണ്, പോലീസാണ്, പൊതുസമൂഹം. പക്ഷെ അതിന് ഇതാണ് ശിക്ഷ, ആ തെറ്റിൻ്റെ കാര്യം ഇന്നതാണ് എന്ന് അറിയിക്കുക എന്നിടത്താണ് നീതിപീഠത്തിൻ്റെ ദൗത്യം നിൽക്കുന്നത്. ആ ദൗത്യമാണ് ഏറ്റവും ഉന്നതമായ രീതിയിൽ നീതിപീഠം നിർവഹിച്ചത്. സുപ്രീം കോടതിയിലെ കൊളീജിയൻ സംവിധാനത്തെയെല്ലാം രാഷ്ട്രീയവൽക്കരിക്കുന്നതും അതിനെതിരെ പൊതുനിരത്തിൽ അഭിഭാഷകർ തന്നെ സുപ്രീം കോടതിക്ക് പുറത്ത് സമ്മേളിക്കുകയും ചെയ്യുന്നത് കുറച്ച് വർഷങ്ങൾക്ക് പോലെ നമ്മൾ കണ്ടു. ആ സ്ഥിതി ഇന്നും നമുക്ക് തുടരുന്നുണ്ട്. തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ എല്ലാ സംവിധാനങ്ങളിലും എല്ലാ മേഖലകളിലും നിയമിച്ചുകൊണ്ട് അധികാരപൂർണ്ണമായി പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടം. അത്തരം ഭരണകൂടങ്ങൾക്ക് മേലുള്ളൊരു താക്കീതാണ് തീർച്ചയായും ഇത്തരം. കാരണം ഇത് തെളിയിക്കുന്നത് സുതാര്യത എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ അടിത്തറയാണ്, അടിസ്ഥാനമാണ്. ആ സുതാര്യതയില്ലാതെ, ആ ശക്തിയില്ലാതെ ജനാധിപത്യം ദുർബലമാകും. അത് നിലനിർത്തേണ്ടത് ജനാധിപത്യ വിശ്വാസികളുടെ ആവശ്യമാണ്, പൗര സമൂഹത്തിൻ്റെ ദൗത്യമാണ്, കാലത്തിൻ്റെ അനിവാര്യത. ആ തിരിച്ചറിവിലേക്കാണ് ഇത്തരമൊരു ചർച്ച, ഇത്തരമൊരു വിധി നമ്മൾ നയിക്കും. അത് നിയമവിവേടത്തിന് വേണ്ടി വന്നിരുന്നു, അല്ലെങ്കിൽ നിയമവിവേടത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നൊരു സാഹചര്യം വലിയൊരു ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നു. എങ്കിൽ പോലും നേരത്തെ പറഞ്ഞ സുതാര്യത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൗരസമൂഹത്തിനെ കാണാനും കേൾക്കാനും കഴിയുക എന്നുള്ളത്. അതിനേക്കാളുപരി പൗരസമൂഹത്തെ കേൾപ്പിക്കുക, കാണിക്കുക എന്നുള്ളത്. പൗരനറിയാതെ അവരുടെ താല്പര്യങ്ങൾക്കെതിരായി അവരിൽ നിന്ന് മറച്ചുകൊണ്ട് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിലനിൽപ്പില്ല. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളിലൂടെ ജനങ്ങളിൽ എത്തേണ്ട സംവിധാനം എന്തോ അതാണ് ജനാധിപത്യം എന്നുള്ള ആശയമാണ് അവർ അരക്കിട്ട് ഉറപ്പിക്കുന്നത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കല്ല മേൽക്കോയ്മ. ജനങ്ങളെ അറിയിക്കാതെ ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമില്ല. അറിയണമെന്ന് ജനം പറഞ്ഞാൽ നിങ്ങളത് അറിയിച്ചേ തീരും. കാരണം ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നീതിയും നിയമവും ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഭരണകൂടങ്ങളും ഭരണഘടനയും ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ജനങ്ങളുടേതാണ് ആധിപത്യം. ജനങ്ങളുടെ ശരിയാണ് ശരി. ആ ശരി എത്രമാത്രം ധാർമ്മികവും എത്രമാത്രം സത്യസന്ധവും എത്രമാത്രം ജനാധിപത്യപരമാവുന്നുവോ അത്രമാത്രം ഉന്നതമാകുന്ന ഒരു സമൂഹം. താങ്ക് യു.